ബർത്ത്ഡേ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും. എഡിറ്റ് ചെയ്തിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഗാലറിയിൽ നിറച്ച് ഇങ്ങനെ ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ ഒരു ഫോൺ കൊണ്ട് ഇപ്പോൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ ഫോണിൽ. എനിക്ക് എൻ്റേതായുള്ള വാട്സപ്പ് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആണെങ്കിലും സ്പേസ് ഉണ്ടാകും. ഫോൺ നിറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിരിക്കും നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കണ്ണൻ കേക്ക് കണ്ടപ്പോൾ തൊട്ട് നുണയിൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ വരട്ടെ, അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ അച്ഛൻ വന്നിട്ട് നമുക്ക് വൈകിട്ട് കട്ട് ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തേക്ക് ഇരുത്തി. അപ്പോൾ കല്യാണിക്കാണ് വെപ്രാളം, വേഗം കേക്ക് കട്ട് ചെയ്യണം, വേഗം കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. നമ്മളുടെ ജേണിയോ സ്വാതിയിലിടാനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ എൻ്റെ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് നമ്മൊരു ഗണപതിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലേ വെച്ചിട്ട്. അപ്പോൾ അതുണ്ടാക്കാനൊക്കെ ആയിട്ട് നിന്നു. അതിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധനം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കണ്ണനും എടുത്തിരുത്തിയിട്ട് അതിൻ്റെ പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും ബാക്കിയുള്ള വീട്ടു ജോലികളും എല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി കേക്കൊക്കെ കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നെന്തോ ചേട്ടന് ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു. അത് കാരണം വരുന്നതിനേക്കാളും ഒരുപാട് ലേറ്റ്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ വരാറുള്ളതായിരുന്നു, ഇപ്പോൾ വൈകി, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാരണമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയും മനസ്സുകൊണ്ട് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം ആൾക്ക് കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കേക്ക്, പായസം, ലഡു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലഡു അധികം കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ലഡു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ തരി ഉണ്ടല്ലോ, അപ്പോൾ ആ തരി ഇങ്ങനെ തൊണ്ടയിൽ കൊടുക്കുന്നത് കൊണ്ട് എന്തോ അവന് ചുമ വരാറുണ്ട് കേട്ടോ ലഡു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തെ പണികളും എല്ലാ പണികളും വേഗം തീർത്ത് വെക്കാനായിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റിപ്പട്ടയെ 3 അടിയുടെ നെറ്റിപ്പട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ബോൾസ് അമ്മ ഒട്ടിച്ചൊക്കെ കൊണ്ട് രാവിലെ അച്ഛൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കവറിൽ നിന്നൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ത്രെഡും കൂടെ കിട്ടുന്ന പരിപാടിയും കൂടെ ഉള്ളൂ. അപ്പോൾ തുണിയൊക്കെ വേഗം മടക്കിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ചേട്ടൻ വരുന്നതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ വന്നിട്ട് വേണമല്ലോ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്.